ഹലോ എവരിവൺ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് സെക്ഷനിലെ 10% ചോദ്യങ്ങൾ കണ്ടുവരുന്ന പ്രപ്പോസിഷനെ കുറിച്ചാണ്. പ്രപ്പോസിഷനിലെ പ്രധാന ടോപ്പിക്കുകളായ എറ്റ്, ഓൺ, ഇൻ, ബൈ എന്നിവയാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്ര പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ക്ലാസ്സുകളും എഴുതി കണ്ടു പഠിക്കണം. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എറ്റ് എന്ന പ്രപ്പോസിഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട്, എല്ലാവരും ഇത് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. ടൈപ്പ് 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹി സെറ്റ് ഔട്ട് ഡാഷ് 6 o'clock. ഓപ്ഷൻ എറ്റ്, ഇന്ന്, ഓണ്, ഫ്രം. ആൻസർ എന്തുവാ? ഓപ്ഷൻ എ എറ്റ്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം? ഒരു എക്സാക്ട് സമയത്തെ സൂചിപ്പിക്കാൻ എറ്റ് ഉപയോഗിക്കുന്നു. നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. അറ്റ് ദ വീക്ക് എൻഡ്, അറ്റ് ദ ബെഡ് ടൈം, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ക്ലാസ്, അറ്റ് ദ എൻഡ് ഓഫ് ദി സെക്ഷൻ. അങ്ങനെ വരുമ്പം അറ്റ് ഉപയോഗിക്കണം. എന്നാൽ എക്സാക്ട് സമയത്തിന് മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ പ്രപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെയാ നോക്കാം എക്സാമ്പിൾ. ഷീ ഈസ് കമ്മിങ് അറ്റ് നെക്സ്റ്റ് വീക്കെൻഡ്. അങ്ങനെ എഴുതാൻ പാടില്ല, അത് തെറ്റാണ്. അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുക. ഷീ ഈസ് കമ്മിങ് നെക്സ്റ്റ് വീക്കെൻഡ്. അതിൽ എറ്റ് പ്രയോഗിക്കാൻ പാടില്ല. ഇനി നമുക്ക് ടൈപ്പ് 2 നോക്കാം. ഒരു എക്സാക്ട് പ്ലേസിനെ സൂചിപ്പിക്കാൻ എറ്റ് ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഈസ് വാണ്ടഡ് ഹാഫ് ആൻ അവർ ഡാഷ് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. അവിടെ എന്താണ് ആൻസർ വരിക? എറ്റ് ആണ്. അതായത് ഒരു എക്സാക്ട് പ്ലേസിനെ സൂചിപ്പിക്കാൻ എറ്റ് ഉപയോഗിക്കും. ഇനി ടൈപ്പ് 3 നോക്കാം. മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ എന്നിവ കൂടാതെയുള്ള ഒരു ദിവസത്തിലെ സമയത്തെ സൂചിപ്പിക്കാൻ എറ്റ് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കാം. വി റീച്ച്ഡ് തിരുവനന്തപുരം ഡാഷ് മിഡ് നൈറ്റ്. അപ്പൊ എന്ത് മിഡ് നൈറ്റ് ആണ്? അറ്റ് മിഡ് നൈറ്റ്. വേറെ എക്സാമ്പിൾ നോക്കാം. അറ്റ് നൂൺ, അറ്റ് ഡസ്ക്. അങ്ങനെ, അതായത് മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ എന്നിവ കൂടാതെ ഒരു ദിവസത്തിലെ സമയത്തെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കുന്നു. അറ്റ് നൂൺ, അറ്റ് ഡസ്ക്, അറ്റ് മിഡ് നൈറ്റ്. അങ്ങനെ. അടുത്തത് ടൈപ്പ് 4 നോക്കാം. ഒരു കലണ്ടർ വർഷത്തിലെ ഒരു പ്രത്യേക ആഘോഷ സമയത്ത് സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കും. എക്സാമ്പിൾ നോക്കാം. ഷീ ഹാഡ് എ വീക്ക് ഹോളിഡേ ഡാഷ് ഓണം. ആൻസർ എന്താണ് അവിടെ? അറ്റ് ഓണം. വേറെ എക്സാമ്പിൾ നോക്കാം. അറ്റ് ക്രിസ്മസ്, അറ്റ് ഈസ്റ്റർ, അറ്റ് റംസാൻ. അങ്ങനെ. ഇനി ടൈപ്പ് 5 നോക്കാം. ഒരു പ്രത്യേക ഡയറക്ഷനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. ഹി പോയിന്റഡ് ഡാഷ് ദ ട്രീ. എന്താണ് ആൻസർ വരിക? അറ്റ്. ഹി പോയിന്റഡ് അറ്റ് ദ ട്രീ. അങ്ങനെയാണ് ആൻസർ വരിക. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലുക്ക് അറ്റ് ദ വിൻഡോ. പീർ അറ്റ്, പീപ്പ് അറ്റ്, സ്റ്റെയർ അറ്റ്, ഗേസ് അറ്റ്, ഗ്ലാൻസ് അറ്റ്. ഏതൊക്കെയാണ് അറ്റ് വെച്ച് വരുന്ന വാക്കുകൾ? പീർ അറ്റ്, പീപ്പ് അറ്റ്, സ്റ്റെയർ അറ്റ്, ഗേസ് അറ്റ്, ഗ്ലാൻസ് അറ്റ്. അതായത് ഒരു പ്രത്യേക ഡയറക്ഷനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കുന്നു. അടുത്തത് ടൈപ്പ് 6 നോക്കാം. പ്രായത്തെ അല്ലെങ്കിൽ വയസ്സിനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കുന്നു. ഹി ഗോട്ട് മാരിഡ് ഡാഷ് 34. അവിടെ എന്താ ആൻസർ? എറ്റ് ആണ്. ഹി ഗോട്ട് മാരിഡ് അറ്റ് 34. ടൈപ്പ് 7 നോക്കാം. പ്രൈസ്, എമൗണ്ട്, നമ്പർ, സ്പീഡ് എന്നിവയെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. പ്രൈസസ് സ്റ്റാർട്ട് ഡാഷ് ₹500. ആൻസർ എന്താ? അറ്റ്. പ്രൈസസ് സ്റ്റാർട്ട് അറ്റ് ₹500. അതായത് പ്രൈസ്, എമൗണ്ട്, നമ്പർ, സ്പീഡ് എന്നിവയെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ എഴുതി വെക്കണം. റൂൾസ് എന്തായാലും എഴുതി വെക്കണം നിർബന്ധമായിട്ടും. അടുത്ത ടൈപ്പ് 8 നോക്കാം. ഒരു പ്രത്യേക വിഷയത്തിലോ കാര്യത്തിലോ ഉള്ള മികവിനെ സൂചിപ്പിക്കാൻ അഡ്ജക്റ്റീവിനൊപ്പം അറ്റ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ. സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. ആൻസർ അറ്റ്.
സാം ഈസ് വെരി ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്. അടുത്ത എക്സാമ്പിൾ, ഹി ഈസ് വെരി ഗുഡ് അറ്റ് കുക്കിംഗ്. ഹി ഈസ് വെരി ഗുഡ് അറ്റ് കുക്കിംഗ്. അതായത് ഒരു പ്രത്യേക വിഷയത്തിലോ കാര്യത്തിലോ ഉള്ള മികവിനെ സൂചിപ്പിക്കാൻ അഡ്ജക്റ്റീവിനൊപ്പം അറ്റ് ഉപയോഗിക്കുന്നു. അടുത്ത പ്രപ്പോസിഷൻ ഓണിനെ കുറിച്ച് പഠിക്കാം. ദിവസങ്ങൾക്കും തീയതികൾക്കും മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു. ദിവസങ്ങൾക്കും തീയതികൾക്കും മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഡാഷ് 15th August. ആൻസർ എന്താ? ഓൺ. വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August. എന്നാൽ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നിവയ്ക്ക് മുന്നിൽ ഓൺ ഉപയോഗിക്കാൻ പാടില്ല. കൂടാതെ ദിവസത്തിന് തീയതിക്ക് മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാലും ഓൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഓൺ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? എഴുതി വെച്ച് പഠിക്കണേ. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ എന്നിവയ്ക്ക് മുന്നിൽ ഓൺ ഉപയോഗിക്കാൻ പാടില്ല. ദിവസത്തിന് തീയതിക്ക് മുന്നിൽ ഒരു അഡ്ജക്റ്റീവ് വന്നാൽ ഓൺ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഒരു 4 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, ഐ ഷാൽ കം ഓൺ നെക്സ്റ്റ് സൺഡേ. സെക്കൻഡ്, ഐ ഷാൽ കം നെക്സ്റ്റ് സൺഡേ. തേർഡ്, ഐ ഷാൽ കം ഓൺ ദ നെക്സ്റ്റ് സൺഡേ. ഫോർത്ത്, ഐ ഷാൽ കം അറ്റ് ദ നെക്സ്റ്റ് സൺഡേ. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഐ ഷാൽ കം നെക്സ്റ്റ് സൺഡേ. അടുത്തൊരു എക്സാമ്പിൾ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഐ മീറ്റ് ഹിം ഓൺ ലാസ്റ്റ് സൺഡേ. ആൻസർ എന്താ? ഐ മീറ്റ് ഹിം ലാസ്റ്റ് സൺഡേ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത റൂൾസ് നോക്കാം. ഒരു ബിൽഡിങ്ങിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ദ കൗ ഈസ് ഗ്രേസിംഗ് ഡാഷ് ദ ഫാം. ആൻസർ എന്താ? ഓൺ ആണ്. ദ കൗ ഈസ് ഗ്രേസിംഗ് ഓൺ ദ ഫാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. മൈ ബ്രദർ വേഴ്സ് ഓൺ എ പ്ലാന്റേഷൻ. അടുത്ത റൂൾസ്, ഒന്നിനെ കുറിച്ച് അല്ലെങ്കിൽ ഒന്നുമായി ബന്ധപ്പെട്ടത് എന്നതിനെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഗീത ഈസ് റൈറ്റിംഗ് ആൻ എസ്സേ ഡാഷ് ദ ന്യൂ ഇക്കണോമിക് പോളിസി. ആൻസർ എന്താ? ഓൺ. ഗീത ഈസ് റൈറ്റിംഗ് ആൻ എസ്സേ ഓൺ ദ ന്യൂ ഇക്കണോമിക് പോളിസി. അടുത്ത എക്സാമ്പിൾ നോക്കാം. APJ അബ്ദുൽ കലാം wrote a book on Indian space research in 2000. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണേ. സ്ഥിരമായിട്ട് PSCകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. കൺഗ്രാജുലേറ്റഡിന്റെ കൂടെ എപ്പോഴും ഓണ്. കൺഗ്രാജുലേറ്റഡ് ഓണ്, ലെക്ചർ ഓണ്, കോംപ്ലിമെന്റ് ഓണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ 3 പഠിച്ചു വെക്കണേ. കൺഗ്രാജുലേറ്റഡ് ഓണ്, ലെക്ചർ ഓണ്, കോംപ്ലിമെന്റ് ഓണ്. അടുത്ത റൂൾസ്, ഒരു വസ്തുവിന്റെ നിലവിലെ അവസ്ഥയെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ദ ബിൽഡിംഗ് ഈസ് ഡാഷ് ഫയർ. എന്താ ആൻസർ? ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. അടുത്ത റൂൾസ്, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഓൺ ഉപയോഗിക്കുന്നു. എന്താണ്? എക്സാമ്പിൾ, ഹി ഈസ് ഡാഷ് ദ ഫോൺ റൈറ്റ് നൗ. ഹി ഈസ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. ആൻസർ എന്താണ്? ഓൺ. അടുത്ത റൂൾസ്, ബോഡി പാർട്ടുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. എന്താണ്? എക്സാമ്പിൾ, ദേ ഹിറ്റ് മീ ഡാഷ് മൈ ഷോൾഡർ. ആൻസർ ഓൺ. ദേ ഹിറ്റ് മീ ഓൺ മൈ ഷോൾഡർ. അടുത്ത റൂൾസ്, ഒരു വസ്തുവിന്റെ ചുറ്റുപാടുമുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. എന്താണ്? എക്സാമ്പിൾ, ഡോണ്ട് പുട്ട് യുവർ feet dash the table. Answer on. Don't put your feet on the table. അടുത്ത റൂൾസ്, ഉപജീവനോപാധി എന്താണോ അതിനെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. എന്താണ്? ഉപജീവന ഉപാധി എന്താണോ അതിനെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. എന്താണ്? എക്സാമ്പിൾ, ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. ഹി ഡിപ്പെൻഡ്സ് ഡാഷ് ഈസ് സ്പെൻഡ് ഡാഷ് എ ലിവിങ്. എന്താ ആൻസർ വരിക? ഹി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് പെൻ ഫോർ എ ലിവിങ്. ഇതാണ് ആൻസർ വരിക. ഓണും ഫോറും ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത റൂൾസ് നോക്കാം. കാൽനട യാത്രയെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. കാൽനട യാത്രയെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഗോസ് ടു സ്കൂൾ ഡാഷ് ഫുഡ്. ആൻസർ ഓൺ. ഷീ ഗോസ് ടു സ്കൂൾ ഓൺ ഫുഡ്.
അടുത്ത റൂൾസ്, ഇരുചക്ര വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ഓൺ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഹി ഗോസ് ടു ചർച്ച് ഡാഷ് ബൈക്ക്. എന്താ ആൻസർ? ഓൺ. ഹി ഗോസ് ടു ചർച്ച് ഓൺ ബൈക്ക്. അടുത്ത പ്രപ്പോസിഷനായി ഇന്നിനെ കുറിച്ച് പഠിക്കാം. ഇതിലും കുറച്ച് റൂൾസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കുന്നു. ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ, ഐ വോക്ക് അപ്പ് ട്വൈസ് ഡാഷ് ദ നൈറ്റ്. ആൻസർ, ഇൻ. ഐ വോക്ക് അപ്പ് ട്വൈസ് ഇൻ ദ നൈറ്റ്. മാസങ്ങൾ, വർഷങ്ങൾ, സീസൺ എന്നിവയ്ക്ക് മുന്നിൽ ഇൻ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ, ഡാഷ് ഡിസംബർ 2004 there were many natural calamities. Answer, in. In December 2004 there were many natural calamities. അടുത്തത് എക്സാമ്പിൾ നോക്കാം. ഇന്ത്യ became independent in 1947. അതായത് വർഷങ്ങൾക്ക് മുമ്പ് എന്താ ഇന്നാണ് ഉപയോഗിക്കുക. ഇൻ 1947, ഇൻ 2000 അങ്ങനെ. അടുത്തത് ഒരു പ്രവൃത്തി പൂർത്തിയാകുന്ന കാലയളവിനെ സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുക? ഇന്ന്. She will have completed the work dash an hour. Answer, in. She will have completed the work in an hour. Next, ചുറ്റപ്പെട്ട ഒന്നിനെ അല്ലെങ്കിൽ അടഞ്ഞ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുക? ഇന്ന്. She sits dash an armchair. Answer, in. She sits in an armchair. ഇത് PSCകൾ റിപ്പീറ്റഡ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇത് എല്ലാവർക്കും മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഓൺ എഴുതി വെക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് പഠിക്കുക. ഇവിടെ ആൻസർ ഇൻ ആണ്. She sits in an armchair. അടുത്തത് ഒരു ബിൽഡിങ്ങിനെ സൂചിപ്പിക്കാൻ ഇൻ ഉപയോഗിക്കുന്നു. ഡോറ വർക്ക്സ് ഡാഷ് ആൻ ഓഫീസ്. ആൻസർ, ഇൻ. ഡോറ വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. എന്നാൽ ഒരു ബിൽഡിങ്ങിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേര് പറയാത്ത അവസരങ്ങളിൽ ഇന്നാണ് ഉപയോഗിക്കുക. ഒരു പ്രത്യേക സ്ഥലത്തിന്റെ പേര് പറയാത്ത അവസരങ്ങളിൽ ഇന്നാണ് ഉപയോഗിക്കുക. ഐ ലൈക്ക് ടു സേ ഡാഷ് ദ ഡൗൺ. ഐ ലൈക്ക് ടു സേ ഇൻ ദ ഡൗൺ. അടുത്തത് രാജ്യങ്ങൾ, വൻകരകൾ, സ്ഥലങ്ങൾ എന്നിവയുടെ പേരിന് മുന്നിൽ എന്താ ഉപയോഗിക്കുക? ഇന്നാണ് ഉപയോഗിക്കുക. അമ്മു ഹാസ് സ്പെൻഡ് ഹെർ എൻഡർ ലൈഫ് ഡാഷ് കൊൽക്കത്ത. ആൻസർ എന്താ? ഇൻ. അമ്മു ഹാസ് സ്പെൻഡ് ഹെർ എൻഡർ ലൈഫ് എവിടെയാ? ഇൻ കൊൽക്കത്ത. അടുത്തത് ഒഫീഷ്യൽ സ്ഥാപനങ്ങൾ, വകുപ്പുകൾ എന്നിവയുടെ പേരിന് മുന്നിൽ എന്താ ഉപയോഗിക്കുക? ഇന്നാണ്. അപ്പു വർക്ക്സ് ഡാഷ് ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. ആൻസർ, ഇൻ. അപ്പു വർക്ക്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അടുത്തത് കാറ്, ഓട്ടോ, ടാക്സി ഇവയുടെ പേരിന് മുന്നിൽ എന്താ ഒരു പൊസസീവ് ഒബ്ജക്റ്റീവ് വന്ന് എന്താ ഉപയോഗിക്കുക? ഇന്നാണ് ഉപയോഗിക്കുക. ഓട്ടോ, കാറ്, ടാക്സി ഇവയുടെ പേരിന് മുന്നിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നാൽ ഇന്നാണ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ, ദേ റീച്ച്ഡ് ഹിയർ ഡാഷ് മൈ കാർ. ആൻസർ, ഇൻ. ദേ റീച്ച്ഡ് ഹിയർ ഇൻ മൈ കാർ. ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് മൈ ആണ്. പൊസിഷനെ സൂചിപ്പിക്കാൻ ഇന്നാണ് ഉപയോഗിക്കുക. ഹി ഈസ് എ മാനേജർ ഡാഷ് എ പ്രൈവറ്റ് ഫേം. അപ്പൊ ആൻസർ, ഇൻ. ഹി ഈസ് എ മാനേജർ ഇൻ എ പ്രൈവറ്റ് ഫേം. അടുത്തത് ഷേപ്പ്, കളർ, സൈസ് എന്നിവയെ സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുക? ഇന്നാണ് ഉപയോഗിക്കുക. ഷീ വാസ് ഓൾവേസ് ട്രസ്റ്റഡ് ഡാഷ് കളർ. ആൻസർ, ഇൻ. ഷീ ഓൾവേസ് ട്രസ്റ്റഡ് ഇൻ റെഡ്. അടുത്തത് ബിലീഫ്, ഫീലിംഗ്, ഇൻട്രസ്റ്റ് എന്നിവയെ സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുക? ഇന്നാണ്. ഡു യു ബിലീവ് ഡാഷ് ഡെസ്റ്റിനി. ആൻസർ, ഇൻ. ഡു യു ബിലീവ് ഇൻ ഡെസ്റ്റിനി. വാസസ്ഥലത്തെ സൂചിപ്പിക്കാൻ ഇന്ന് ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ, മങ്കീസ് ലീവ് ഡാഷ് ട്രീ. ആൻസർ, ഇൻ. മങ്കീസ് ലീവ് ഇൻ ട്രീ. അടുത്ത പ്രപ്പോസിഷനായ ബൈയെ കുറിച്ച് പഠിക്കാം. ഇതിലും കുറച്ച് റൂൾസ് ഉണ്ട്, എഴുതി വെക്കണേ. യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ, പ്രൊനൗൺ, പ്രപ്പോസിഷൻ എന്നിവ ഇല്ലാത്ത സാഹചര്യത്തിൽ ബൈ ഉപയോഗിക്കുന്നു. എന്താണ്? യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ, പ്രൊനൗൺ, പ്രപ്പോസിഷൻ എന്നിവ ഇല്ലാത്ത സാഹചര്യത്തിൽ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കുക? ബൈ. വി ട്രാവൽഡ് ഡാഷ് കാർ. ആൻസർ എന്താ? ബൈ. വി ട്രാവൽഡ് ബൈ കാർ. അടുത്തത് അതുപ്രകാരം അല്ലെങ്കിൽ അതനുസരിച്ച് എന്ന അർത്ഥത്തിൽ എന്താ ഉപയോഗിക്കുക? ബൈ ആണ്. അതുപ്രകാരം അല്ലെങ്കിൽ അതനുസരിച്ച് എന്ന അർത്ഥത്തിൽ ബൈ ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് 2 o'clock ഡാഷ് മൈ വാച്ച്. ആൻസർ, ബൈ. ഇറ്റ് ഈസ് 2 o'clock ബൈ മൈ വാച്ച്. പിന്നെ ബൈ വരാവുന്നത് ബൈ ലോ, ബൈ ദ ലുക്ക്. അടുത്ത റൂൾസ്, അറ്റ് ദ സൈഡ് ഓഫ്, നിയർ, ബിസൈഡ് എന്നീ അർത്ഥങ്ങളിൽ പൊസിഷനെ സൂചിപ്പിക്കാൻ ബൈ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കാം.
He was standing dash here. Answer by. He was standing by here. അടുത്തത് he stood by me. അടുത്തത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെ സൂചിപ്പിക്കാൻ എന്താ ഉപയോഗിക്കുക? ബൈ. I sent the book dash post. Answer by. I sent the book by post. കമ്മ്യൂണിക്കേഷൻ മെത്തേഡിനെ സൂചിപ്പിക്കാൻ എന്താണ് ഉപയോഗിക്കുക? ബൈ ആണ്. അടുത്തത് പേയ്മെന്റുമായി ബന്ധപ്പെട്ട മാധ്യമത്തെ സൂചിപ്പിക്കാൻ ബൈ ഉപയോഗിക്കും. He paid for the book dash credit card. Answer by. എന്താണ്? He paid for the book by credit card. ഇത് PSCകൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് തെറ്റിപ്പോകും. ഇവിടെ ഇന്ന് എഴുതാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ ആൻസർ ബൈ ആണ്. He paid for the book by credit card. എന്നാൽ ക്യാഷ് മുഖേനയുള്ള പേയ്മെന്റിനെ സൂചിപ്പിക്കാൻ ഇന്നാണ് ഉപയോഗിക്കുക. ഒരു പ്രത്യേക റിസൾട്ടിന് വേണ്ടി ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതുമായ വെർബിന് മുന്നിൽ എന്താ ഉപയോഗിക്കുക? ബൈ. ഒരു പ്രത്യേക റിസൾട്ടിന് വേണ്ടി ചെയ്യുന്നതും അവസാനിക്കുന്നതുമായ വെർബിന് മുന്നിൽ എന്താ ഉപയോഗിക്കുക? ബൈ. ക്വസ്റ്റ്യൻ നോക്കാം. I save money dash never smoking. Answer by. I save money by never smoking. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയും നന്നായി മനസ്സിലായെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ ബൈ.